think about one favorite memory from the set. ഐ തിങ്ക് ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആളായതുകൊണ്ടും ഞാനും അർച്ചനയായിരുന്നു. അപ്പം ഇൻ എ വേ നമ്മളെപ്പോഴും വി വർ ലൈക്ക് ഓൾവേസ് റണ്ണിങ് ബിഹൈൻഡ് ഗോയിങ് ദെയർ അതൊക്കെ പറഞ്ഞു. എവറി ഡേ ഈസ് ലൈക്ക് പെർട്ടിക്കുലർലി ഒന്ന് കോട്ട് ചെയ്യാനായിട്ടില്ല അല്ലേ? എൻ്റെ ക്യാരക്ടർ അങ്ങനെ മെമ്മറബിൾ ആക്കാൻ പറ്റുന്ന ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പം അങ്ങനെ ഹോപ്പ്ഫുള്ളി യെസ്. Thank you so much. You look very pretty. I should pass the compliment that back to you. So വേദിയിൽ എനിക്ക് ശേഷം എത്തുന്ന ഫസ്റ്റ് ലേഡി ആണല്ലേ? യെസ്, ഇതുവരെ എത്തിയത് എല്ലാവരും ജെന്റിൽമെൻ. ആൻഡ് മൂവിങ് ഓൺ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ യങ് ആക്ടേഴ്സിനെയാണ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നത്. വെരി ക്വിക്ക്ലി ലെറ്റ് മീ മൂവ് ഓൺ ടു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓസ്ലറിൽ മമ്മൂക്കയുടെ ചെറിയ കാലം അഭിനയിച്ച താരമാണ് സാബിക്. ഗോപികനെ പോലെ nervous ആണോ? റോസാണ്. എന്താ പറയുക, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അതും അഖിലേട്ടൻ്റെ കൂടെ മനസ്കാടൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. മാത്രമല്ല അഖിലേട്ടനെ പരിചയപ്പെട്ട അന്ന് മുതൽ അഖിലേട്ടൻ നമ്മളോട് കാണിക്കുന്ന ഒരു അഫെക്ഷനും ഒരു കെയറും ഇതൊക്കെ എപ്പോഴും എനിക്ക് മാത്രമല്ല എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടായാലും ശരി, ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ രാജു സാറ് ഭാഗമായിട്ടൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു. അതുപോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ കമ്മിങ് ടു മൈ ബ്രദർ ടോവിനോ ചേട്ടൻ, ഞാൻ ഇതിനു മുമ്പ് ഐഡൻറ്റിറ്റിയുടെ ലൊക്കേഷനിൽ ഒരു ദിവസം ടോവിനോ ചേട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം ഷൂട്ടിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അദ്ദേഹം ക്യാരവനിൽ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഒരുപാടധികം ഞങ്ങൾ തമ്മിലുള്ള സംസാരം, ഒരുപാടധികം മോട്ടിവേഷൻ, അദ്ദേഹം ഞാൻ സിനിമയിൽ വന്നതിന് തന്നെ ഒരു കാരണം അദ്ദേഹമാണെന്ന് ഞാൻ ഇവിടെ പറയാം. അത്രത്തോളം ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇവിടെ ഒരു സിനിമ ചെയ്തിട്ട് നിൽക്കുന്ന അദ്ദേഹം എന്നെ അത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചേട്ടൻ ഓർക്കുന്നുള്ളത് എനിക്കറിയില്ല. 2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു വന്നു. ചേട്ടൻ കടന്നു വന്ന വഴികളും നീ എവിടെയൊക്കെ സൂക്ഷിക്കണം, നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ വിനയ് സാറിനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എറണാകുളം വരുമ്പോൾ ഞാൻ കേട്ടിട്ടൊന്നൊരു പാട്ടുണ്ട്, ഉന്നാലെ ഉന്നാലെ എന്ന് പറഞ്ഞിട്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു സാർ, ബിഗ് ഫാൻ ഓഫ് യു. പിന്നെ എന്താ പറയുക, ഞാൻ കുറച്ച് നെർവസാണ് ഈ പറയും പോലെ. അജുചേട്ടനൊക്കെ ഭാഗമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിന് ഒരുപാട് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഒറ്റ ക്വസ്റ്റ്യൻ, നെർവസ് ആണെന്ന് പറഞ്ഞോണ്ട് ഫസ്റ്റ് ഫിലിമിൻ്റെ സെറ്റിൽ അതിൻ്റെ പ്രൊമോ വർക്ക്സിനാണോ ഇപ്പോഴാണോ ഏറ്റവും കൂടുതൽ ടെൻഷൻ? അതായിരുന്നോ ഇതായിരുന്നോ? രണ്ടിലും ടെൻഷൻ ഉണ്ട്. കാരണം പണ്ട് മുതൽ സ്റ്റേജ് പേടിയാണ് എനിക്ക്. ഇതൊക്കെ അങ്ങ് ശീലമാവുന്നുള്ളല്ലേ? അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ശീലമായിട്ട് ടെൻഷനൊക്കെ മാറി ഒരുപാട് സ്റ്റേജുകളിൽ ഷൈൻ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് ഫിലിംസിൽ അടിപൊളിയാക്കാൻ പറ്റട്ടെ. ഓസ്ലറിൽ നമ്മുടെ മനസ്സ് കീഴടക്കി ചിരിയാണ് കേട്ടോ. അഗെയിൻ വിത്ത് ദാറ്റ് സ്മൈൽ. ഹിയർസ് ഹിയർ. കൂൾ, ഹാപ്പി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഒരുപാട് സന്തോഷം, ഒരുപാടധികം സന്തോഷം. താങ്ക് യു. Thanks a lot. So once again a big round of applause everyone to Sabik and